ഉസ്താദേ വല്ലാത്ത പ്രയാസമാ, വല്ലാത്ത ദുരിതമാണ്, ദുഃഖമാണ് എന്ന് ഞാനും നിങ്ങളും പറയുമ്പോ സഹോദരാ, ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തതാർക്കാ? എന്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ നമ്മളൊക്കെ പറയുന്നുണ്ട്, പടച്ചവനെ ആരാധനയ്ക്കറകൻ നീയല്ലാതെ വേറെ ആരുമില്ല, അള്ളാഹുവേ നീയാണ് വലിയവന്, അള്ളാഹുവേ നീയാണ് വലിയവന് എന്ന് ഞാനും നിങ്ങളും നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാ. എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, നീ പറയുന്നത് സത്യമാണോ എന്ന് അള്ളാഹു നിന്നെ ടെസ്റ്റ് ചെയ്യുമടാ. പടച്ചവൻ നിന്നെ ടെസ്റ്റ് ചെയ്യുകയാണ്, പിടിച്ച് നിന്നെ കുലുക്കുകയാണ്, നിന്നെ നല്ലതുപോലെ അള്ളാഹു അളക്കുകയാണ്. ജയിച്ചാൽ മാത്രമേ നീ സ്വർഗത്തിൽ പോകൂ. എങ്ങനെയാണ് അള്ളാഹു പരിശോധിക്കുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷണം കൊടുത്തതാർക്കാ? അബൂജഹലിനാണോ, ഉത്ബത്തിനാണോ, നമ്രൂദിനാണോ, കാറൂനിനാണോ, ഫിറഔനിനാണോ? അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അള്ളാഹു കൊടുത്തത് ഇവന്മാർക്കാർക്കുമല്ല, പിന്നെ ആർക്കും അറിയുമോ? ഇന്ന അശദ്ദന്നാസി ബലഗാ അൽ അംബിയാ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആദം നബി അലൈഹിസ്സലാം മുതൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർക്കാ. അല്ലാതെ കള്ളുകുടിയനും വ്യഭിചാരിയും പലിശ തിന്നുന്നവനും വൃത്തികെട്ടവനും സിറക്ക് ചെയ്യുന്നവനുമല്ല ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർക്കാ. ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിപ്പിച്ചതാരെയോ? ആദം നബിയല്ല, നൂഹ് നബിയല്ല, മൂസാ നബിയല്ല, ഇബ്രാഹിം നബിയല്ല, ദാവൂദ് നബിയോ, യാക്കൂബ് നബിയോ, യൂനുസ് നബിയോ, യൂസുഫ് നബിയോ, ഹാറൂൻ നബിയോ, സുലൈമാൻ നബിയോ, സക്കരിയ നബിയോ, യഹ്യാ നബിയോ, ദാവൂദ് നബിയോ? പടച്ചവനെ, യൂനുസ് നബിയോ, യൂസുഫ് നബിയോ, ഈസാ നബിയോ ആയിരുന്നില്ല. ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷണം കൊടുത്തത്, ഏറ്റവും കൂടുതൽ അള്ളാഹു കരയിപ്പിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. ഉപ്പാന്റെ മുഖം കണ്ടിട്ടില്ലല്ലോ, നബി തങ്ങൾ തന്റെ പിതാവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലല്ലോ. ഉമ്മാനെ കണ്ടു തീരുന്നതിന് മുമ്പേ ഉമ്മ പോയല്ലോ. നബി തങ്ങളെ അള്ളാഹു ഒരുപാട് പരീക്ഷിച്ചല്ലോ, ഒരുപാട് വേദനിപ്പിച്ചല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെയും അള്ളാഹു വേദനിപ്പിക്കുമടോ, നമ്മളെയും അള്ളാഹു പരീക്ഷിക്കുമടോ? നമ്മുടെ ഈമാൻ അള്ളാഹു അടക്കുകയാണ്. വെറുതെ നീ സ്വർഗത്തിൽ പോകില്ല. അള്ളാഹുവാണ് വലിയവനെന്ന് പറഞ്ഞാ പോരാ, എന്റെ റബ്ബ് അള്ളാഹുവാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ, മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. ഈമാൻ ഉറയ്ക്കണം ചെറുപ്പക്കാരാ, വാപ്പാ ഈമാൻ ഉറയ്ക്കണം ഉപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എപ്പോ നോക്കിയാലും ദുരിതത്തിന്റെ കഥ പറയുന്ന, സങ്കടങ്ങളും പരാതികളും പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങളെയൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളെ എല്ലാവരെയും ഞാൻ പരീക്ഷിക്കും. നിങ്ങൾ പതറല്ലേ, എന്റെ പരീക്ഷണത്തിൽ നിങ്ങൾ ജയിക്കണേ. നിങ്ങൾ അള്ളാന്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കണേ. എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു എണ്ണി എണ്ണി പറഞ്ഞു തരികയാ.